ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് വെറും 3 ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ മധുരപലഹാരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ പഞ്ചസാരയാണ് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. മിക്സറിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. നിങ്ങൾ ഏലക്ക മൂടനായിട്ടാണ് ഇടുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഏലക്ക കൂടെ ചേർത്ത് പൊടിച്ചോളൂ. അതുപോലെ തന്നെ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം ആദ്യമേ നെയ്യ് തടവി വെക്കുന്നതും നല്ലതായിരിക്കും. ഞാനതിൽ ബട്ടർ പേപ്പർ കൂടെ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടിയാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ കടലപ്പൊടി മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിൻ്റെ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടികട്ടിയായിട്ടുള്ള പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനും ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കടലപ്പൊടി ആ ഒരു നെയ്യുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരും. അതിനുശേഷം കടലപ്പൊടി വേവും തോറും ആ ഒരു നെയ്യ് നല്ലപോലെ തന്നെ റിലീസായിട്ട് വരും. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇത് ഒരല്പം കൂടെ ലൂസായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഏകദേശം 10 മിനിറ്റ് വേണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും കടലപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിനായി വരുമ്പോൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചൂടിൽ തന്നെ പഞ്ചസാര നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ പഞ്ചസാരയൊക്കെ മെൽട്ടായി ഇതുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നോളും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാര ഇതുമായിട്ട് യോജിച്ച് വന്ന് ഒരല്പം കൂടെ ലിക്വിഡായിട്ട് വരുന്നതായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴൊക്കെ ഫ്ലെയിം ഓഫിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് ലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ തവിയോ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ലൂസായിട്ടാണ് ഉണ്ടാകുക. ഇത് സെറ്റായിട്ട് വരുമ്പോൾ പാകത്തിനായിട്ട് വന്നോളും. ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, കാണാനൊരു ഭംഗിക്കും രുചിക്കും വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ചൂടാറാൻ വേണ്ടി വയ്ക്കുക. ചൂടാറി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ വെച്ചിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പുറമേ വെക്കുകയാണെങ്കിൽ ഏകദേശം 2 മണിക്കൂർ എടുക്കും ഇത് സെറ്റായി കിട്ടാൻ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 10-20 മിനിറ്റിൽ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. ഫ്രീസറിൽ വേണമെങ്കിലും വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ബർഫിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഈ ഒരു മധുര പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.